മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടി വരും. പി വി അൻവർ MLA ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നേരത്തെ അൻവർ MLAയുടെ വാർത്താ സമ്മേളനങ്ങളൊക്കെ തന്നെ തുടർച്ചയായി അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരുന്നു. കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S. സുജിദാസ് ഉണ്ടായിരുന്ന സമയത്ത് അനധികൃതമായി കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്, അതിനു പിന്നിൽ വലിയ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടെന്നായിരുന്നു അൻവർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അൻവർ ഇപ്പോൾ കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി അവ പരിശോധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടക്കൽ പോലീസ് സ്റ്റേഷന് മുൻവശത്തുള്ള ഈ ഒരു നില കെട്ടിടം മെസ് കം കോൺഫറൻസ് ഹാൾ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു കെട്ടിടമാണ് അനധികൃതമായ പണപ്പിരിവിലൂടെ നിർമ്മിച്ചതെന്നായിരുന്നു PV അൻവർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അത്തരമൊരു ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം ഈ ഒരു മേഖലയിലെത്തി അത് പരിശോധിക്കുന്നത്. നേരത്തെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസിൽ അനധികൃതമായി മരങ്ങൾ മുറിച്ചിട്ടുണ്ട്, അത് തനിക്ക് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവിടെ എത്തി അദ്ദേഹം അത് പരിശോധിക്കാൻ ശ്രമിച്ച സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ തടയുകയും അത് നാടകീയമായ സംഭവങ്ങളൊക്കെ തന്നെ കലാശിച്ച ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു തുടർച്ചയായി അൻവർ ഈ വിധത്തിൽ ADGP അജിത് കുമാറിനെതിരെയും സുജിത് ദാസിനെതിരെയും അതുപോലെ തന്നെ പോലീസിലെ മറ്റു പല ഉന്നതർക്കെതിരെയും തുടർച്ചയായി തെളിവുകൾ പുറത്തുവിട്ടിരുന്നത്. എന്തായാലും അൻവറിൻ്റെ വെളിപ്പെടുത്തലുകൾ ആ നിലയിൽ തന്നെ പ്രാധാന്യം അർഹിച്ചുകൊണ്ടിരിക്കുന്ന ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഈ ഒരു കെട്ടിടത്തിലെത്തി ഈ വിധത്തിലുള്ളൊരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപക്ഷെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ ആ വിധത്തിൽ പോലീസ് തടഞ്ഞതുപോലെയുള്ള സാഹചര്യമൊന്നും ഇവിടെയില്ല. അൻവറിന് പോലീസ് തടഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വാഹനം പോലീസ് സ്റ്റേഷൻ ഉള്ളിലേക്ക് തന്നെ പ്രവേശിച്ചതിന് ശേഷമാണ് വാഹനത്തിൽ നിന്നും ഇറങ്ങി ഇപ്പോൾ ഈ ഒരു കെട്ടിടത്തിനുള്ളിൽ കയറി അദ്ദേഹം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനധികൃതമായി ഈ മേഖലയിലെ പലതരത്തിലുള്ള വ്യാപാരികളിൽ നിന്നും പണപ്പിരിവ് നടത്തി ഇങ്ങനെ ഒരു കെട്ടിടം നിർമ്മിച്ചെടുത്തു എന്നുള്ളതാണ് അൻവർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. സർക്കാർ ചട്ടങ്ങളൊക്കെ തന്നെ ലംഘിച്ചാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഇവിടെ നടന്നത് എന്നുള്ളതായിരുന്നു ഇവർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. PV അൻവർ MLA ചൂണ്ടിക്കാണിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിനുൾപ്പെടെ അദ്ദേഹം അത് ആവർത്തിച്ചുന്നയിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കെട്ടിടം പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു പോകുന്ന ഒരു കാഴ്ച, പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട്. പക്ഷേ SHO ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കും. ഇത്തരമൊരു പരാതി ഉൾപ്പെടെ ഉന്നയിച്ച സാഹചര്യത്തിൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ നേരത്തെ എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ അല്ലെങ്കിൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുമെന്ന കാര്യങ്ങളൊക്കെ തന്നെ അൻവർ ചോദിച്ചറിയുമെന്നുള്ളതാണ്. ഇപ്പോൾ GD എൻട്രിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അദ്ദേഹം കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. എന്തായാലും നാടകീയമായ രംഗങ്ങൾക്ക് തന്നെയാണ് ഒരുപക്ഷെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ സംഭവിച്ചതിന് സമാനമായ രീതിയിലുള്ള കാഴ്ചകൾക്ക് തന്നെയാണ് കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അനധികൃതമായി നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന കെട്ടിടം അത് വന്ന് പരിശോധിക്കുന്നു. അതിനുശേഷം പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുണ്ട്, GD എൻട്രിയിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്. SHO ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഒരു സ്ത്രീയുടെ പീഡന പരാതി ഉൾപ്പെടെ നേരിടുന്ന വ്യക്തിയാണ് ഇവിടെയുള്ള SHO വിനോദ് എന്ന് പറയുന്ന പോലീസുകാരൻ. മുൻപ് പൊന്നാനി പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന പോലീസുകാരനാണ്. എന്തായാലും അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വിവരങ്ങളൊക്കെ തന്നെ അദ്ദേഹവുമായി സംസാരിക്കുന്നുണ്ട്. ഈ ഒരു സംഭവത്തിലും കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളതാണ് PV അൻവർ ആവശ്യപ്പെടുന്നത്. നേരത്തെ അൻവർ ഉന്നയിച്ച മരംമുറി വിവാദത്തെ തുടർന്നായിരുന്നു സുജിത് ദാസ് IPS സസ്പെൻഷൻ വരെ ഉണ്ടായത്. ആവശ്യപ്പെട്ടുകൊണ്ട് മുബഷീർ, കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിൽ വിശ്രമിക്കാനെന്ന പേരിൽ സർക്കാരിന്റെ അനുമതിയില്ലാതെ സുജിത് ദാസ് കെട്ടിടമുണ്ടാക്കി 20 ലക്ഷം രൂപയുടെ കെട്ടിടത്തിന് ക്വാറി ഉടമകളിൽ നിന്നടക്കം 4 കോടിയോളം രൂപ പിരിച്ചെടുത്തു എന്നതാണ് ഇന്നലെ PV അൻവർ MLA മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത്. അതിന് ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് അവിടെ നിർമ്മിച്ചിരിക്കുന്നത് എന്താണ്, അതിന് എത്ര ചെലവ് വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു കാട്ടുകയല്ലേ അൻവറിന്റെ ലക്ഷ്യം? തീർച്ചയായും സുജാബ്, ഇടതു സർക്കാരിലെ പോലീസിനെതിരെ ഇടതു സ്വതന്ത്ര MLAയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പോരാട്ടം അതൊരു പക്ഷേ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം ഒരു തരത്തിൽ നിന്നും അതിൽ നിന്നും പിൻവാങ്ങിയിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ അത് നേരിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നു. 20 ലക്ഷത്തിലധികം മുകളിൽ രൂപ ഉപയോഗിച്ചുകൊണ്ട് അനധികൃതമായി സർക്കാർ അനുമതിയില്ലാതെ സർക്കാർ ഭൂമിയിൽ ഇത്തരമൊരു കെട്ടിടമുണ്ടാക്കി ഇവിടെയുള്ള പല മുതലാളിമാരിൽ നിന്നും വ്യാപാരികളിൽ നിന്നും അനധികൃതമായി പണം പിരിച്ചു എന്നുള്ളതാണ് PV അൻവർ MLA ആദ്യഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ ഒരു ആരോപണം ആവർത്തിച്ചിരുന്നു. നേരത്തെ മരംമുറി കേസിൽ ഉൾപ്പെടെ ഉണ്ടായ അന്വേഷണത്തിൽ സമാനമായ രീതിയിൽ ഈ ഒരു സംഭവം അന്വേഷിക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. വിശേഷം കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ അന്വേഷണ സംഘം തൃശ്ശൂർ DIG തോംസൺ ജോസ് ഉൾപ്പെടുന്ന അന്വേഷണ സംഘം മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൊഴി ശേഖരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ മരമുറിയുമായി ബന്ധപ്പെട്ട പല നിർണായക വിവരങ്ങളും അദ്ദേഹം കൈമാറിയിരുന്നു. 14 പരാതികൾ PV അൻവർ MLA മുഖ്യമന്ത്രിക്ക് നൽകിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി കൂടിയായിരുന്നു കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള അനധികൃത കെട്ടിട നിർമ്മാണം. സുജിത് ദാസ് SP ആയിരിക്കെ അനധികൃതമായി പണം പിരിച്ചുകൊണ്ട് ഇവിടെ ഒരു കെട്ടിടം നിർമ്മിച്ചു എന്നുള്ളതാണ്
PV അൻവറമ്മൽ ആദ്യഘട്ടം മുതൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അത് നേരിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. മെസ് കം കോൺഫറൻസ് ഹാൾ എന്നുള്ളതാണ് ഈ ഒരു കെട്ടിടത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. പോലീസുകാർക്ക് വിശ്രമിക്കാനുള്ള അവർക്ക് വേണ്ടിയുള്ള ഒരു കെട്ടിടം എന്ന രീതിയിലാണ് അവർ വ്യക്തമാക്കുന്നത്. എന്നാൽ അൻവറിൻ്റെ ആരോപണം വന്നതിന് പിന്നാലെ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അനധികൃതമായിട്ടല്ല ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കൃത്യമായും സർക്കാർ അനുമതിയോടുകൂടിയുള്ള ചട്ടങ്ങൾ കൃത്യമായും ഫോളോ ചെയ്തുകൊണ്ടുള്ളൊരു കെട്ടിട നിർമ്മാണം മാത്രമാണ് ഇത് നടന്നിട്ടുള്ളത്. എന്ത് തരത്തിലുള്ള അന്വേഷണം വരികയാണെങ്കിലും ആ രേഖകളൊക്കെ തന്നെ അവിടെ ഹാജരാക്കുമെന്നുള്ളതായിരുന്നു ഈ പോലീസ് സ്റ്റേഷനിൽ നേരത്തെ ഉണ്ടായിരുന്ന SHO ആണെങ്കിലും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണെങ്കിലും വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും അൻവറിൻ്റെ ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. SP സുജിത് ദാസ് നടത്തിയ ക്രമക്കേടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രമക്കേടായി കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിലെ അനധികൃത കെട്ടിട നിർമ്മാണം മാറിയിട്ടുണ്ട്. അത് പരിശോധിക്കണമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. വിശേഷം തൃശ്ശൂർ DIG ഉൾപ്പെടുന്ന അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ ഇത് ഉൾപ്പെടുത്തണം, അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് PV അൻവർ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും അദ്ദേഹം ഇറങ്ങി വരുന്ന കാഴ്ച. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തുടർച്ചയായി പോലീസിനെതിരായ വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അൻവറിൻ്റെ ഈ ഒരു സന്ദർശനം ഏറ്റവും പ്രസക്തമായി മാറുന്നത്, ശ്രദ്ധേയമാകുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോൾ ഇവിടെയുള്ള SHOയുമായി സംസാരിക്കുകയായിരിക്കും. ഫോണിൽ അദ്ദേഹം ബന്ധപ്പെടുന്നുണ്ട്, കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ അൻവർ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആരോപണത്തിൽ പറഞ്ഞിരുന്നത് കെട്ടിടം നിർമ്മിച്ചത് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പണം വാങ്ങിയെന്നായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. അതിൽ അദ്ദേഹം ആരോപണമായി തന്നെ ഉന്നയിച്ചത് ഭീഷണിപ്പെടുത്തി പണം വാങ്ങി എന്നുള്ളതായിരുന്നു. കൂടാതെ പണം പിരിച്ചതിനും ചെലവഴിച്ചതിനും ഒരു തരത്തിലുള്ള രേഖകളുമില്ല. സർക്കാർ ഭൂമിയാണ്, സർക്കാർ അനുമതിയില്ലാതെയാണ് ഈ ഒരു കെട്ടിടം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഒരു സമാന്തര അധോലോകം ഇവിടെ SP സുജിത് ദാസ് ആയിരിക്കെ ഉണ്ടായിരുന്നു. അതിനേറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇത്തരത്തിലുള്ള കെട്ടിടവും അവിടെ നടന്നിട്ടുള്ള ക്രമക്കേടുകളൊക്കെ തന്നെ അൻവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തിലും സാമ്പത്തിക ക്രമക്കേട് വലിയ രീതിയിൽ നടന്നിട്ടുണ്ട്. കെട്ടിട നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് മുൻ SP സുജിത് ദാസ് തന്നെയായിരുന്നു, അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. കെട്ടിടം ഉദ്ഘാടനം ചെയ്തതും SPS സുജിത് ദാസ് ആണെന്നുള്ളതാണ് PV അൻവർ ചൂണ്ടിക്കാണിക്കുന്നത്. കെട്ടിടം നിർമ്മിച്ചത് മെസ് കം കോൺഫറൻസ് ഹാൾ എന്ന പേരിൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ പേരിലാണ് കെട്ടിടം നിർമ്മിച്ചത് എന്നുള്ളതാണ് അൻവർ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ SP ക്യാമ്പ് ഓഫീസിൽ PV അൻവർ MLA തടയുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ പോലീസുകാരൊന്നും തന്നെ അദ്ദേഹത്തെ തടഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ സന്ദർശിക്കാനുള്ള എല്ലാ തരത്തിലുള്ള അതൊരുക്കി കൊടുത്തു എന്നുള്ളതാണ്. പോലീസുകാർ അദ്ദേഹത്തെ തടഞ്ഞില്ല. പോലീസുകാരോട് അദ്ദേഹം എല്ലാ തരത്തിലുള്ള വിവരങ്ങളും ചോദിച്ചറിഞ്ഞു. ഇപ്പോൾ